എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മളൊരു ഷോട്ട് എടുത്ത സ്ഥലമാണ്. ഇത് നമ്മുടെ വീടാണ്. കണ്ടോ, ഷോട്ട് എടുത്ത് രാവിലെ എഴുന്നേറ്റപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടിപ്പോയി. ഇവിടെ മൊത്തം വെള്ളമായിട്ടുണ്ട്. നമ്മുടെ ചുറ്റും എല്ലാം വെള്ളമായിട്ടുണ്ട്. കണ്ടോ, മൊത്തം വെള്ളമാണ്. കണ്ടോ, നമ്മുടെ വഴിയെല്ലാം കാണിക്കും. പക്ഷേ നമ്മുടെ വീട് മാത്രം എനിക്ക് തോന്നി നമ്മുടെ വീട് മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരും ഒന്ന് വീടൊന്ന് കാണിക്കണം. ആ വെള്ളം നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. എല്ലായിടവും വെള്ളമാണ്. എങ്കിലും നമ്മുടെ പ്രദേശത്തെ വെള്ളപ്പൊക്കം, നമ്മളൊരു യൂട്യൂബറായിട്ട് നമ്മളെ മാത്രം വീടിൻ്റെ മാത്രം കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. നമ്മുടെ അപ്പുറത്തുള്ളവരൊക്കെ അല്ലേ നമ്മളെ എന്താ ആപത്ഘട്ടത്തിലും നമ്മളെ ഓടി വന്ന് സഹായിക്കുന്നവരൊക്കെ അല്ലേ. അപ്പം നമുക്ക് അവരുടെ വീട് കൂടെ കാണിക്കും. ഇവിടെ മൊത്തം വെള്ളമാണ്, എല്ലായിടത്തും വെള്ളമാണ്. എങ്കിലും നമ്മളതൊന്ന് മൊത്തം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിട്ട് പറയാം. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. കണ്ടോ, പുറകിൽ കൂടെ വെള്ളം ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് തറയോടിട്ട കാരണം ഇങ്ങോട്ട് കയറിയിട്ടില്ല. കണ്ടോ, അതിട്ടത് എന്ത് ഭാഗ്യമല്ലേ. ഇനി നമ്മുടെ റോഡിലോട്ട് പോകാം. ഇവിടെ മൊത്തം വെള്ളമാണ്. കണ്ടോ, നമ്മുടെ തൊട്ടിപ്പുറത്തെ വീടാണ്. കണ്ടോ, എല്ലാവരും വീട്ടിൽ വെള്ളം കയറി കിടക്കുകയാണ്. കണ്ടോ, ഫുള്ള് വെള്ളമാണ്, ഫുള്ള് വെള്ളം. ഇന്നലത്തെ ഒരു മഴയാണ്. നല്ല വെള്ളമാണ് ബ്രോ, നല്ല വെള്ളം. ഇതിലാണ് നമ്മുടെ വഴിയാണ്, നമ്മൾ വരുന്ന വഴിയാണത്. കണ്ടോ, മേളിൽ ട്രാക്കാണ്. കണ്ടോ, റെയിൽവേ പാളമാണ് മേളിൽ. ഇവിടെ കൂടെ ട്രെയിൻ വരുന്ന സ്ഥലം റെയിൽവേ പാളമാണ് കേട്ടോ. അത് അവിടുന്ന് ഉണ്ടോ, നമുക്ക് വരുന്ന റോഡാണ്. ഇതാണ് നമ്മുടെ വഴി. ഇവിടെ മാത്രം ശകലം വെള്ളമില്ല. കണ്ടോ, ഇവിടുന്ന് വന്ന് വേണം നമ്മുടെ വീട്ടിലോട്ട് അളഞ്ഞ് നമുക്ക് ഇങ്ങനെ പോകാൻ. കണ്ടോ, ഇതിൽ നമ്മുടെ പരിസരമൊക്കെയാണ്. ഇതിപ്പുറത്ത് കണ്ടോ, ഈ വീട് കണ്ടോ, ഈ വീട് ഫുള്ള് വെള്ളമാണ്. കണ്ടോ, ഫുള്ള് വെള്ളം കയറി കിടക്കുകയാണ്. കണ്ടോ, എല്ലാവിടെ ഒന്നുമില്ല. ഇതിലേക്ക് കയറിയാൽ നമുക്ക് ഇത് റെയിൽവേ പാളമാണ്. നമുക്ക് ഇത് റെയിൽവേ ട്രാക്കാണ്. ഉണ്ടോ, വെള്ളം പറ്റ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ കുറച്ചുകൂടെ ആയാൽ വെള്ളം കയറുന്ന രീതി നിൽക്കുകയാണ്. കണ്ടോ, ഇവിടെ രണ്ട് വീടുണ്ട്. കണ്ടോ, രണ്ട് വീട്ടിലും കണ്ടോ, ഈ വീട് കണ്ടോ, ശകലം കൂടെ ആയാൽ വടിക്കകത്ത് കയറും. കണ്ടോ, എന്തായാലും ഭയങ്കര കഷ്ടം തന്നെയാണ്. കണ്ടോ, ഒരു ശകലം. ഒരു മഴ പെയ്താൽ അകത്ത് വെള്ളം കയറുന്ന സിറ്റുവേഷനാണ്. കണ്ടോ, എന്തൊരവസ്ഥയാണല്ലേ. ഉണ്ടോ, ഇനി ഒരു മഴ പെയ്താണ്ട് ആ പടിയുടെ പറ്റയാണ് വെള്ളം നിൽക്കുന്നത്, അടുത്താണ് വെള്ളം നിൽക്കുന്നത്. കണ്ടോ, അതുപോലെ തന്നെ അപ്പുറത്തെ വീടും ഒരു ചേട്ടനനിയന്മാരുടെ വീടാണ് കേട്ടോ. എപ്പോഴും ഇതാണ് അവസ്ഥ. മഴ പെയ്താൽ പെട്ടെന്നാണ് ഇവിടെ വെള്ളം നിൽക്കുന്നത്. ഇത് നമ്മുടെ ലതിയമ്മയുടെ വീടാണ് കേട്ടോ. അങ്ങനെ ലതിയാമ്മ ഞാനായിട്ട് കുറച്ച് നേരം സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മഴയെപ്പറ്റിയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ഇന്നലത്തെ രാത്രിത്തെ മഴയിലാണ് ഇത്രയും വെള്ളം കയറി. അതിന് മുന്നേ വെള്ളം നിൽക്കും, എങ്കിലും ഇന്നലത്തെ രാത്രിത്തെ മഴ നല്ല ശക്തമായ മഴയായിരുന്നു. ലതിയാമ്മ അതിനെപ്പറ്റിയൊക്കെ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലതിയാമ്മ നല്ലപോലെ അഭിനയിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നല്ലപോലെ അഭിനയിച്ചാണ് ലതിയാമ്മ. നല്ലപോലെ പാട്ട് പാടും, നല്ല ആക്റ്റീവാണ്. എല്ലാ കാര്യത്തിനും ഓടിയെത്തുന്നു, എല്ലായിടവും പോയി നല്ലപോലെ സഹകരിക്കുന്നതാണ് നമ്മുടെ ലതിയാമ്മ കേട്ടോ. എന്തായാലും വെള്ളം ഇവിടെ എന്ത് ചെയ്യുമല്ലേ, നമ്മളെല്ലാം ഭയങ്കര
ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളം. ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നിൽക്കുന്നതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, പഴിചാരാനും പറ്റത്തില്ല. കാരണം വെച്ചാൽ അങ്ങനെയാണ് പ്രകൃതി. അതിനും വേണ്ടി മഴയാണ് ഇന്നലെ രാത്രി പെയ്തത്. നല്ല നല്ല ശക്തമായ മഴയായിരുന്നു ഇന്നലെ പെയ്ത് കേട്ടോ. എന്തായാലും താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം വരിക എന്നുള്ളതൊരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. ഇതിപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്കിപ്പോൾ ആരെയും കുറ്റം പറയാനോ പഴിചാരാനോ ഒന്നും നാം ഈ അവസരം നമ്മൾ വിനിയോഗിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പറയേണ്ട യാതൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ താഴ്ന്ന പ്രദേശത്തോട്ട് ഞാൻ എടുത്തു പറയുകയാണ്, താഴ്ന്ന പ്രദേശത്തോട്ട് വെള്ളം വരിക എന്നുള്ളത് സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. ഇത് നിന്ന് പറ്റാതെ യാതൊരു മാർഗ്ഗവുമില്ല. വേറൊന്നുമല്ല, ഈ വെള്ളം കയറിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത് ഒതുക്കുന്ന പാടാണ്, ക്ലീൻ ചെയ്യുന്ന പാടാണ്, ഭയങ്കര ദുരിതമാണ്. അപ്പം നമ്മൾ ഒരുപാട് പേര് നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ കണ്ടപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്തുമായിരിക്കും. ഞാൻ ഈ അവസരത്തിൽ അവരെയൊക്കെ കുറിച്ച് ഓർക്കും. ഈ അവസരത്തിൽ മാത്രമല്ല അന്നും ഓർത്ത്. അപ്പോൾ എല്ലാവരും ഓർക്കും, ഈ അവസരത്തിൽ ഓർക്കും, അതുകൊണ്ടല്ല അന്നും നമ്മൾ ഓർക്കാറുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തുവാണ്, വളരെ ദയനീയമാണ്, വളരെ കഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ പിടിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്യണം. നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കണ്ടോ, ഉറവ് വരുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് നിന്ന്, റെയിൽവേയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് താഴെക്കൂടെ ഉറവ് വരുന്നതാണ്. കണ്ടോ, ഇതൊക്കെ വറ്റിത്തീരണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര ദിവസം എടുക്കും. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്നെ ഒന്ന് കൂട്ടാക്കുക എന്ന് വെച്ചാൽ ഒന്ന് സബ് ചെയ്യണേ നമ്മുടെ ചാനൽ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഓക്കെ.